എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇന്നിപ്പോ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നമ്മളിപ്പോ ഏത് മീന് കിട്ടിയാലും മീനിനെ കൊണ്ട് നമ്മള് പിന്നെ എന്താ പറയാ, കരിമീനെല്ലാം കിട്ടിയാൽ അത് പൊള്ളിക്കുന്നു, മീനെല്ലാം പൊള്ളിക്കുന്നു. അപ്പൊ ഇതുവരെ ആരും ചെയ്തു നോക്കാത്ത ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് വെണ്ടക്ക വെച്ചിട്ട് പിന്നെ വെണ്ടക്ക പൊള്ളിച്ചത് അങ്ങനെ ഒന്ന് ആക്കി നോക്കുന്നതാണ്. പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. വെണ്ടക്ക വെച്ചിട്ടും ചെയ്യാം, വഴുതനങ്ങ വെച്ചിട്ടും ഇങ്ങനെ ഒരു പിന്നെ സംഭവം ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ 10 വെണ്ടക്ക എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടി ഞാൻ 10 വെണ്ടക്ക, ഒരു ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു തക്കാളി അതിങ്ങനെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും. ഇതൊന്ന് അടച്ചു വെക്കേണ്ട ഒരു പാത്രം. അതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മസാല ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. വെണ്ടക്ക ഞാൻ നീളത്തിൽ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ച മസാല തേച്ച് പിടിപ്പിക്കാം. ഓരോന്നായിട്ട് എടുത്ത് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. വെക്കും മുന്നേ തന്നെ ഇലയിൽ കുറച്ച് മസാല തേച്ച് കൊടുക്കാം. ബാക്കി വരുന്ന മസാല നമുക്ക് പിന്നെ ഇതിന്റെ മേലെയും ഇങ്ങനെ തേച്ച് കൊടുക്കാം. അല്ലേ, അതിന്റെ മേലയിലേക്ക് നമുക്ക് കറിവേപ്പില മേലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വിതറി കൊടുക്കാം. അതിനുശേഷം ഇല വാട്ടിയതിൽ വെച്ചിട്ട് മടക്കി
അപ്പം നമ്മൾ വാട്ടിയ വെച്ച ഇലയിൽ നല്ലോണം കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു തട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത് എടുത്ത് വെക്കാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഒരു ഫ്രൈ ഉണ്ടായതിനെ കൊണ്ട് മാത്രം നമുക്കിപ്പോ വെണ്ടക്ക പൊള്ളിച്ചത് അത് ഉണ്ടായതിനെ കൊണ്ട് മാത്രം ആവൂലല്ലോ, ഒരു ഒഴിച്ചു കറിയും കൂടി വേണ്ടിയിട്ട് നമ്മള് ഒരു മോരുകറി ഉണ്ടാക്കാൻ ചേമ്പിന്റെ തണ്ട്, കപ്പക്ക, അതിലേക്ക് 2 പച്ചമുളക്, പാകത്തിന് ഉപ്പും ഇട്ട് മഞ്ഞപ്പൊടിയും ഇട്ട് ഞങ്ങളിത് അടുപ്പത്തേക്ക് വെക്കാൻ പോകുന്നു. വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നു. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ലേശം ഉലുവ, ലേശം ജീരകം, പാകത്തിന് മഞ്ഞപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത് കുറച്ച് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുളിങ്കറിക്കുള്ള കപ്പക്ക, ചിലയാള് കപ്പക്ക പറയും, ചിലയാള് കർമൂസ് എന്ന് പറയും, ചിലയാള് പപ്പായ എന്ന് പറയും. അപ്പൊ അതും ഈ പിന്നെ ചേമ്പിൻ തണ്ട് എല്ലാം കൂടി വെന്ത് പാകമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. 2 വിസില് വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പൊ ഈ അരവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അരവെല്ലാം നമ്മൾ ചേർത്തു. അപ്പം ഗ്യാസ് ഓണാക്കി ഇതൊന്ന് ലേശം ഒന്ന് തിളക്കുന്ന പോലെ ആയിട്ടാകുമ്പോൾ ഇറക്കി നമുക്ക് കടുവും കറിവേപ്പിലയും കായ്മുളകെല്ലാം ഇട്ട് ഒന്ന് വറവ് കഴിക്കാം. അപ്പം നമ്മളെ വെണ്ടക്ക പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് അഴിച്ചു നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. മോരുകറി താളിക്കാനായി വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടു. കായ്മുളക്, ഉലുവ, കറിവേപ്പില. അപ്പോ മോരുകറിയും റെഡിയായി. പിന്നെ ഈ കർക്കിടക മാസം പിന്നെ നമുക്ക് നല്ലൊരു കറിയാണ്. മറ്റേ ചേമ്പിന്റെ തണ്ടും കപ്പക്ക ഇതെല്ലാം കർക്കിടക മാസം വെച്ച് കഴിക്കേണ്ട ഒരു ഒഴിച്ചുകറി തന്നെയാണ് തയ്യാറാക്കിയത്. അതേപോലെ വെണ്ടക്ക പൊള്ളിച്ചത്, നമ്മൾ മീനെല്ലാം പൊള്ളിച്ച് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഈ വെണ്ടക്കയും മറ്റേ വഴുതിനങ്ങ ഇങ്ങനത്തെ ഇത് മസാല തയ്യാറാക്കി ഇതേപോലെ തന്നെ പൊള്ളിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് പിന്നെ ഞാനൊരു ഹോം നേഴ്സാണ്. എനിക്ക് പിന്നെ പ്രസവിച്ച അവരെ കുട്ടീനെ അമ്മേനെ എല്ലാം കുളിപ്പിക്കാൻ ഞാൻ പോക്കുണ്ട്. പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ പോക്കുണ്ട്.
പിന്നെ ആർക്കെങ്കിലും അഥവാ അങ്ങനെ ഒരു ജോലി ചെയ്യാൻ ആളെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പിന്നെ ഈ വീഡിയോയിൽ കൂടി കൊടുക്കുന്നുണ്ട്. കഴിയുന്ന ആവശ്യമുള്ളവർ വിളിക്കുക. അതേപോലെ തന്നെ ജോലിക്ക് ആവശ്യമുള്ളവർ വേണമെങ്കിലും എന്നെ വിളിക്കുക. കഴിയുന്ന പരമാവധി ജോലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും എന്നെയും വിളിക്കേണ്ട നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ.